വെയിറ്റ് കുറയ്ക്കാൻ നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ മൈൻഡ് സെറ്റ് ഫിക്സ് ചെയ്യണം. നിങ്ങൾ ജങ്ക് ആയിട്ടുള്ള ഫുഡ്സ് ഏതും കഴിക്കില്ല എന്ന് മൈൻഡ് ഫിക്സ് ചെയ്ത് വെക്കണം. പിന്നെ ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അതേ പ്രകാരം തന്നെ ചെയ്യണം എന്നുള്ളത് നിങ്ങൾ മനസ്സിൽ ഫിക്സ് ചെയ്യണം. പിന്നെ കറക്റ്റായിട്ട് ഒരു ഫോളോ അപ്പും കൺസിസ്റ്റൻസിയും വേണം. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെയിറ്റ് കുറയുന്നത് നമ്മൾ ഫുഡ് ഹാബിറ്റ്സ് ചേഞ്ച് ചെയ്യുന്ന കാരണമോ ഇല്ലേ നമ്മൾ പെട്ടെന്ന് ഒരു ന്യൂട്രീഷൻ ഫുഡ് എടുക്കുന്ന കാരണമോ അതുകൊണ്ടല്ല വെയിറ്റ് കുറയണത്. നിങ്ങൾ നിങ്ങളുടെ കലോറീസിനെ വാച്ച് ചെയ്യുകയാണ്. അപ്പോൾ കലോറീസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഏജ് ഇൻറ്റു 24 ഇട്ടിട്ട് പ്ലസ് ഒരു 500 കൂടി കൂട്ടി കഴിഞ്ഞാൽ അതാണ് നിങ്ങളുടെ BMR കപ്പാസിറ്റി. അപ്പോൾ ഈ BMR കപ്പാസിറ്റിക്ക് ഉൾപ്പെടുത്തുന്ന ഈ BMR കപ്പാസിറ്റിക്ക് എത്ര ഉണ്ടോ അതാണ് നിങ്ങളുടെ കലോറീസ് ബേൺ ചെയ്യാനുള്ള കപ്പാസിറ്റി. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേ നമ്മൾ കഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ അതിന് കഴിക്കാൻ കലോറി വാല്യൂ ഉള്ള കൂടുതലുള്ള സാധനങ്ങളൊക്കെ കഴിച്ചു കൂട്ടിയിട്ട് ഞാൻ ന്യൂട്രീഷൻ ഫുഡും കഴിച്ചിട്ട് എനിക്ക് വെയിറ്റ് കുറയുന്നില്ല എന്ന് പറയരുത്. പിന്നെ നമ്മുടെ ശരീരപ്രകൃതിയും മനസ്സിലാക്കണം. നല്ലൊരു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു ശരീരമാണെങ്കിൽ നിങ്ങൾക്ക് വേഗം തന്നെ വെയിറ്റ് ലോസ് സംഭവിക്കും. ഒരു 21 ഡേയ്സ് പാക്കേജിൽ തന്നെ നിങ്ങൾക്ക് 5 കിലോ വെയിറ്റ് കുറയാനുള്ള സാധ്യതകളുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കുറേ മരുന്നുകളൊക്കെ കഴിച്ച് സ്റ്റീറോയിഡ്സ് ഒക്കെ കയറ്റിയുള്ള കുറേ മരുന്നുകളൊക്കെ എന്തൊക്കെയോ കാരണവശാൽ നമ്മൾ കഴിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ പെട്ടെന്നൊന്നും വെയിറ്റ് കുറയില്ല. ആദ്യം തന്നെ അതിൻ്റെ ഉള്ളിലുള്ള കെമിക്കൽ എഫക്ട്സ് ഒക്കെ പോകാനായിട്ടുള്ള ക്ലെൻസിങ് പീരീഡ് കഴിഞ്ഞാൽ മാത്രമാണ് ഈ ന്യൂട്രീഷൻ പറ്റിക്കൂടുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഫുഡ് തന്നെ നമ്മുടെ ബ്ലഡിലേക്ക് ന്യൂട്രീഷൻ കയറണമെങ്കിൽ തന്നെ നമ്മുടെ ബോഡിയിൽ കെമിക്കൽ റിയാക്ഷൻസ് ഇല്ലാതെ നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ നമ്മൾ കുറച്ച് വൈകും വെയിറ്റ് കുറയ്ക്കാൻ. പക്ഷെ കൺസിസ്റ്റൻസി ഈസ് ദ കീ ടു സക്സസ്. അപ്പോൾ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇത് ഫോളോ അപ്പ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലപോലെ ഹെൽത്തി ആയിട്ടുള്ള വെയിറ്റ് ലോസും കിട്ടും, പെർമനൻ്റ് ആയിട്ട് ഹെൽത്തി ആയിട്ട് ജീവിക്കാനുള്ള ഒരു മാർഗവും കിട്ടും. പിന്നെ നമുക്ക് അറിയേണ്ടത് എന്താ വെച്ചാൽ വെയിറ്റ് ലോസ് വന്നിട്ട് നമ്മൾ ചില അസുഖങ്ങളുണ്ടാവും. അതായത് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് പോലെ ചിലർക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മരുന്ന് കഴിക്കുന്ന ഡിസീസസ് ഒക്കെ ഉണ്ടാവും. അവരും കുറച്ച് അവരുടെ ഫുഡ് ഹാബിറ്റ്സിൽ കറക്റ്റായിട്ടുള്ള മരുന്നുകളൊന്നും നിർത്താനും പാടില്ല. ഡോക്ടർ നിർദ്ദേശപ്പടി തന്നെ നമ്മൾ നിർത്താൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനെ മരുന്നുകളോടെ ഒപ്പം തന്നെ ന്യൂട്രീഷൻ കഴിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന അത്രയ്ക്കുള്ള റിസൾട്ട്സ് കിട്ടില്ല. അതും കുറച്ച് ആയപ്രകാരമേ കിട്ടുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ നമുക്ക് ടാർഗറ്റഡ് ആയിട്ടുള്ള ന്യൂട്രീഷൻ ആസ് എ വെൽനസ് കോച്ച് അഡ്വൈസ് ചെയ്യുന്ന പ്രകാരം നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുമ്പോൾ ഇതിൽ നിന്നൊക്കെ മറികടന്ന് ആരോഗ്യത്തോടെ വെയിറ്റ് ലോസ് തീർച്ചയായിട്ടും നടക്കും. അപ്പോൾ ഇതിന് നിങ്ങൾ തയ്യാറാണെങ്കിൽ നമുക്ക് 4 ടൈപ്പ് ഓഫ് പാക്കേജസ് ഉണ്ട്. ഒന്ന് സിൽവർ, ഒന്ന് ഗോൾഡ്, ഡയമണ്ട് ആൻഡ് പ്ലാറ്റിനം. സിൽവർ സാധാരണക്കാർ ഒരു 21 ഡേയ്സ് വെയിറ്റ് ലോസ് ചാലഞ്ച് എടുക്കുന്ന ആൾക്കാർ എടുക്കാം. പിന്നെ നമുക്ക് ഡൈജഷൻ്റെ പ്രോബ്ലം ഉണ്ട്, നമുക്ക് വന്നിട്ട് മരുന്നുകളൊക്കെ കഴിക്കുന്ന കാരണം ചൂട് കാരണം നമുക്ക് ദഹനമൊന്നും ശരിയാവുന്നില്ല, നമുക്ക് മലം പോകാൻ ബുദ്ധിമുട്ടുകളുണ്ട്, ചൂടുണ്ട്, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുന്ന ആൾക്കാർ നമുക്ക് ഗോൾഡ് പാക്കേജ് എടുക്കണം. പിന്നെ നമുക്ക് ടാർഗറ്റഡ് ആയിട്ടുള്ള ചില ന്യൂട്രീഷനും കൂടി കഴിച്ചിട്ടാണ് വെയിറ്റ് ലോസ് നടക്കുള്ളൂ. ലൈഫ് സ്റ്റൈൽ ഡിസീസസിനൊക്കെ മരുന്ന് കഴിക്കുന്ന ആൾക്കാർ നമ്മൾ ടാർഗറ്റഡ് ആയിട്ടുള്ള ന്യൂട്രീഷൻ എടുത്ത് നമ്മൾ ഡയമണ്ട് പാക്കേജ് എടുക്കണം. പിന്നെ അൾട്ടിമേറ്റ്ലി എനിക്ക് ഇത്ര ദിവസം കൊണ്ട് ഇത്ര കാലത്തിൻ്റെ ഉള്ളിൽ നമുക്ക് വെയിറ്റ് കുറയണമെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 1 കിലോ കുറയണ മാതിരിയുള്ള വെയിറ്റ് ലോസ് പ്രോഗ്രാം ഉണ്ട്. അതിന് നിങ്ങൾ പ്ലാറ്റിനം പാക്കേജ് എടുക്കണം. സോ ബിഗിനേഴ്സ് ആരായാലും സിൽവർ പാക്കേജ് എടുത്താൽ മതി. പിന്നെ നമുക്ക് പറഞ്ഞ പോലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് ഏത് പാക്കേജാണ് എടുക്കേണ്ടതെന്നുള്ളത് നിങ്ങൾ ചൂസ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഈ 4 പാക്കേജും നമ്മൾ തരുന്നുണ്ട്. സോ നിങ്ങൾ ഈ ഭാരത്തെ ഫിൽ ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് പാക്കേജോ വേണ്ടതെന്ന് വെച്ചാൽ അത് ക്ലിക്ക് ചെയ്ത് എടുക്കാം. നിങ്ങൾക്ക് അഡ്രസ്സിലേക്ക് വരും. പിന്നെ എന്നേക്കുമായിട്ട് നമ്മളെ ഗൈഡൻസ് ഉണ്ടാവും. സൂം മീറ്റിലൂടെ ഞാൻ ഇനി അടുത്ത് നിങ്ങളെ മീറ്റ് ചെയ്യുന്നുണ്ടാവും. ഡയറക്റ്റ്ലി 1-on-1 ഞാൻ കൺസൾട്ടേഷൻ തരുന്നുണ്ടാവും. നിങ്ങൾ ഡയറക്റ്റായിട്ട് 1-to-1 കൺസൾട്ടേഷൻ കൊടുത്തിട്ടേ നമുക്ക് മീറ്റിങ്ങുകളൊക്കെ സ്റ്റാർട്ട് ആവുള്ളൂ. ഓക്കെ, താങ്ക് യു.